ഓഹ് ആ കണ്ടോ എടാ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ. ഇനി 3-4 മണിക്കൂർ വേണേ ഞാൻ അവിടെ. എടാ ഓടൊന്നും വേണ്ട, ദിവസം ഒരു അരമണിക്കൂർ ഇങ്ങനെ ബ്രിസ്ക് ആയിട്ട് നടന്നാൽ മതി. അത് ചെയ്യില്ലല്ലോ. ഇവിടെ ഒരു കൂട്ടില്ലാത്തതുകൊണ്ടല്ലേ. ഞാൻ യോഗ തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. അതാവുമ്പോ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ബെസ്റ്റ്. ശവാസന നീ മുടങ്ങാതെയും അതാകുമ്പോ വെറുതെ കിടന്നാൽ മതിയല്ലോ. എന്നൊരു ട്രെഡ്മില്ല് വാങ്ങിക്കാം. എടാ ഈ ട്രെഡ്മില്ലൊക്കെ മേടിച്ച് ഒരുപാട് പേര് എനിക്കറിയാം. ആദ്യത്തെ ഒരു 10 ദിവസം ചെയ്യും, പിന്നെ ഷെഡിയും മെനീനും ഒക്കെ അതിൽ ഉണക്കാനിടും. നീ നാഴിക്ക് 40 വട്ടം പറയാറുള്ളല്ലേ നമ്മുടെ മണ്ണ് നമ്മുടെ കാറ്റെന്നൊക്കെ. എടാ ഈ നാട്ടും പുറത്ത് നല്ല കാറ്റൊക്കെ ശ്വസിച്ച് ചുമ്മാ അങ്ങ് നടന്നാൽ മതി, ആരോഗ്യം നന്നാവും. നിന്റെ ആരോഗ്യം ഒരു അല്പം മോശമാവുള്ള ലക്ഷണമുണ്ട്. അതാരാ വരുന്നെന്ന് നോക്കിക്കേ. അങ്ങോട്ട് നോക്കണ്ടേട്ടാ. തിരിച്ച് ബ്രിസ്കായിട്ട് നടക്കണോ? അതല്ല എന്നാലും ധൈര്യമായിട്ട് വാടാ, വലിയ പോലീസാന്നാ പറയുന്ന. ആഹാ, എല്ലാരും കൂടെ പള്ളിയിൽ പോയിട്ട് വരിക? അല്ല, എല്ലാരും കൂടി ശബരിമലയ്ക്ക് പോയിട്ട് വരിക. അമ്മച്ചി ഇനി വന്നേ. എന്താ വാന്ന് എന്താടി വരാൻ. ഓ ഈ പെണ്ണിന് എന്താ നോക്ക്, ഇതാരാന്ന് നോക്കി. എന്താ ഇങ്ങോട്ടിടെ. ആ ഗോൾ. ഞാനെടുക്കാം. വേണ്ട വേണ്ട, ഞാനെടുക്കാം. വിട് ചിന്നു. വീട് ഞാനറിയാം. വേണ്ട, ഞാനറിയാം. എനിക്കിതാ. രണ്ടുപേരും വലുതായി അല്ലേ അമ്മച്ചി? അപ്പച്ചൻ എന്തിയടി? ഉമ്മറത്തുണ്ട്. റോസ് മോളെ, ആ ചെറിയ കൈക്കോട്ടെടുത്ത് ഈ ചെമ്പരത്തിക്ക് ഇത്തിരി മണ്ണ് വെട്ടിയിട്. നീ കുട്ടികളെയും വിളിച്ചാ വേലിക്കിലോട്ടൊന്ന് ചെല്ലടി. നിന്നെയും മക്കളെയും കാണാൻ അമ്മച്ചി അവിടെ തട്ടിമുട്ടി നിക്കുന്നേ. ഇവളുടെ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. വലിയ കാര്യത്തിൽ പറയും അജയേട്ടന്റെ വീട്ടിലൊന്ന് പോവാം, അമ്മുക്കുട്ടിയമ്മയെ കണ്ടിട്ട് എത്ര നാളായെന്നൊക്കെ. സ്വന്തം അപ്പച്ചനും അമ്മച്ചയും കാണാനാ. പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ ആ പള്ളി വെച്ച് കാണാലോ. എല്ലാ ഞായറാഴ്ച അവരോട് വരുന്നല്ലേ. അവിടെ വെച്ച് കണ്ടാലും നിന്നോട് മിണ്ടാറില്ലേ? എന്നോട് ആരും മിണ്ടണ്ട, എനിക്കാരും കാണുകയും വേണ്ട. ഷോ, എന്താ ഒരു വാശി. വാശി അങ്ങനെ തന്നെ നിൽക്കട്ടമ്മേ, എങ്കിലല്ലേ നമുക്ക് ഈ നാടകം കാണാൻ പറ്റൂ. ഇപ്പൊ നോക്കിയോ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി റീത്താമ്മ ചേട്ടത്തി ഇങ്ങോട്ട് വരും. കുറച്ചവിടെ വെച്ചേക്കണേ, ഞാനും അമ്മച്ചിയുടെ മോളാ. ഓടി അവിടുന്ന്. ഇത് അമ്മുക്കുട്ടി അമ്മയ്ക്കാ. എന്താ ഒരു കൂ? എനിക്കിതാ. ചിന്നു ഇങ്ങതാ. ഞാൻ തരില്ല. ചിന്നു ഇങ്ങതാ. ചേച്ചിക്ക് ഞാനറിയാം. ആരേത്? വാവാ, ഇത് ഇവിടെ നിന്ന് കൊണ്ടുതരാൻ കാലത്ത് തൊട്ടേ ആ കുരുത്തങ്കട്ടവനോട് പറയുന്നതാ. കേക്കണ്ടേ അസത്ത്? എന്തൊക്കെയാ ഇത്? പെരുന്നാളിന് എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാ. കുറച്ച് അച്ചപ്പം കൊഴലപ്പൊക്കെയാ. എന്തിനാ ഇത്രയധികം? ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഇരിക്കട്ടെന്നേ. ദാ കുളം പിടിച്ചപ്പോ കിട്ടിയതാ. വെള്ളത്തിയിട്ട് വെച്ചിരിക്കുവായിരുന്നു, ചീത്തയായിട്ടൊന്നുമില്ല. മീനൊന്നും ഇവിടെ വെക്കാറില്ലെന്ന് റീത്തമ്മയ്ക്ക് അറിഞ്ഞൂടെ? മീൻ വെക്കുന്നവരാരെങ്കിലും വന്ന് അവർക്ക് കൊടുക്കാവല്ലോ. റീത്താമ്മ അകത്തേക്ക് വാ. കൊപ്ര ഉണക്കാനിട്ടിരിക്കുക. ഞാൻ പിന്നെ വരാം. എന്റെ അനിയത്തിയുടെ മോള് പ്രസവിച്ചു, പെങ്കൊച്ച. ഞങ്ങളെല്ലാരും കൂടെ കഴിഞ്ഞ ഞായറാഴ്ച അങ്ങോട്ട് പോയിരുന്നു. ഇനി നേരം കിട്ടിയിട്ട് വേണം ചാലക്കുടി വരേക്ക് ഒന്ന് പോകാൻ. മൂപ്പരുടെ അമ്മ അവിടെ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുമല്ലയോ. കഴിഞ്ഞ തവണ കണ്ടപ്പോഴും അന്വേഷിച്ചു, എല്ലാവർക്കും സുഖമല്ലേന്ന്. പിന്നെ വരാം. ഇതെന്താ പുറത്ത് ലൈറ്റ് ഇടാത്ത? ദൈവമേ, പശുവിനെ ഇതുവരെ തൊഴുത്തിലാക്കിയില്ലേ? ആരാ? അമ്മേ, അമ്മേ. എന്താ അമ്മേ, സുഖമില്ലേ? എനിക്ക് സുഖേടൊന്നുമില്ല. പിന്നെന്താ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല? പശുവിനെ ഇതുവരെ തൊഴുത്തിലാക്കിയില്ല? ഏതാ പുറത്തൊരു പയ്യൻ? എന്താ എന്താ ഉണ്ടായത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്താ ഉണ്ടായെന്ന് പറ. ഏതാ പയ്യൻ? ആ ചേട്ടനെ കാണാൻ വന്നതാ.
അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആളെ പേടിപ്പിക്കുന്നത്? ഞാൻ പോയി ചോദിക്കാം. എന്താ? അത് ആ ചേട്ടന്റെ മോന. മോനോ? അവനങ്ങനെയാ പറഞ്ഞത്. അത് കൊള്ളാലോ. ഞാൻ അറിയാതെ എവിടുന്നാ എനിക്ക് പെട്ടെന്നൊരു മോൻ? പെട്ടെന്നല്ല, 10-16 കൊല്ലം മുമ്പ് ജനിച്ചതാ തമിഴ്നാട്ടില്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ വിശ്വസിക്കുക? നീ ചെന്നാ പശുവിനെ വെള്ളം കൊടുത്ത് തൊഴുത്തിലാക്കി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അജയ, ഈ എൻ്റെ അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇയാൾ എവിടുന്നാ വരുന്നത്? ചെന്നൈന്ന്. എന്താ തന്റെ ഉദ്ദേശം? കാശാണോ അതോ? കാശൊന്നുമല്ല, പിന്നെ ഒന്ന് കാണാൻ. അത് വെറുതെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ കയറി വന്ന് മകനാണെന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. പറ, ആരൊക്കെ അതിന്റെ പിന്നിലെ? ചോദിച്ചു കേട്ടില്ലേ? ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ട് വന്നതെന്ന്? ആരും പറഞ്ഞിട്ടല്ല. പിന്നെ നിന്റെ തലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? എടാ ചെറുക്ക, ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അല്ലാതെ ഒരു മകനുണ്ടാകാൻ ഇതുവരെ ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുമില്ല. മനസ്സിലായോ? ഒന്നുകിൽ തനിക്ക് ആള് മാറി, അല്ലെങ്കിൽ തന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. നിന്ന് സമയം കളയാതെ പോകാൻ നോക്ക്. ചെല്ലിപ്പോ. ഇവിടെ പോകാനല്ലേ പറഞ്ഞേ? ഇത് വലിയ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിക്കേ. കേറ കേറ. ഇറങ്ങ ഇറങ്ങടാ. ഇവിടെ നിന്നാലേ കോയമ്പത്തൂർക്ക് പോകുന്ന ലോറി കിട്ടും. ആദ്യം വരുന്ന വണ്ടി കയറി പൊക്കണം. ഇനി വഴിക്ക് കണ്ടുപോകരുത്. മനസ്സിലായേ? മകനാണത്ര. ഞങ്ങാക്കൂല. ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നാട്ടില്. നമ്മളൊന്ന് പേടിച്ചു പോയാലുണ്ടല്ലോ, തീർന്നു. ഞാൻ ശരിക്കും പേടിച്ചു. നീ ലോകം കണ്ടിട്ടില്ലല്ലോ. ഒരുമാതിരിപ്പെട്ട ഫ്രോഡുകൾക്കൊന്നും എന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ഞാൻ ഇവന്മാരുടെ അപ്പനപ്പൂപ്പന്മാരെ കണ്ടിട്ടുള്ളതല്ലേ. എന്നാലും ആ പയ്യന്റെ ഒരു ധൈര്യേ. ആ, ഒരു പക്ഷേ ആള് മാറിയത് തന്നെ ആവും. ഏതായാലും ചെറിയൊരു മാനഹാനിക്ക് യോഗം ഉണ്ടായിരുന്നു അങ്ങ് തീർന്നെന്ന് വിചാരിച്ചാൽ മതി. കുരയ്ക്കണ്ട, എത്തിക്കഴിഞ്ഞു. ഓ, ഹലോ, എന്നാ പഴനിസ്വാമി? എന്നിട്ട് വാഴകൾ എത്ര എണ്ണം പോയി? എടാ, രാത്രി നീ കൂട്ടിനാരെങ്കിലും വിളിച്ച് കിടത്ത്. എന്നിട്ട് തീട്ടോ പാട്ടോ കൊട്ടിയോ ഒക്കെ അതിനെ വിരട്ടി ഓടിക്കേ. അങ്ങനെയൊക്കെ അല്ലേ ആനെ ഓടിക്കുന്നത്? എന്നാ ഇലക്ട്രിക് ഫെൻസാ? എടാ, അതൊക്കെല്ലാം പെർമിഷൻ എല്ലാം വാങ്ങണം. ഞാൻ 2 നാളേക്കുള്ളിൽ അങ്ങ് വരാം. എന്ന് വെച്ചാൽ അട്ടപ്പാടി വരെ ചുമ്മാ വരാൻ പറ്റുമോ? 2 നാൾ അങ്ങ് തന്നെ എല്ലാം റെഡി പണി കൊടുത്തിട്ടില്ല. ഫോൺ വേടാ മുണ്ടാം. ചായ കുടിക്ക്. പിന്നെ വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കിട്ടുന്ന വണ്ടി കയറി സ്ഥലം വിട്ടോളാൻ. വണ്ടിക്കാരൊന്നും കേറ്റിയില്ല. അപ്പൊ കേറ്റുന്ന വണ്ടി വരുന്നിടം വരെ കാത്തിരിക്കണം. ഞാൻ കാത്തിരുന്നതാ. പുലർച്ചയ്ക്ക് പത്രം കൊണ്ടുവരുന്ന ജീപ്പുകാര് ആരാ എന്താന്ന് ചോദിച്ചു വരട്ടി. അപ്പോ അപ്പുറത്തെ തട്ടുകടക്കാര് അവരൊക്കെ കൂടി. അപ്പോ എനിക്ക് പേടിയായി. എന്നിട്ട് ഞാനുണ്ടായതൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ കൂടി എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ നീ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി പിടിച്ചിറക്കി വിട്ടത് കൊണ്ട് വേറെയും ചില്ലർ അറിഞ്ഞു. ഇനിയും നീ ഒച്ച വെച്ചാ ഈ നാട് മുഴുവൻ അറിയാം. പച്ച കള്ളം പറഞ്ഞ അതും കേട്ട് ഞാൻ മിണ്ടായിരിക്കണോ? മോനാണെന്ന് പറഞ്ഞാൽ മതി. തെളിവ് വേണ്ടേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടെ. എന്താ ഈ ഫോട്ടോ നിന്റെ അല്ലേ? അതെ.
ഇത് എത്ര കൊല്ലം മുമ്പ് എടുത്തതാ? ഒരു 10-18 കൊല്ലമായി കാണും. ശരിയാണല്ലോ. എന്റെ അമ്മ പിന്നല്ലാതെ. വാ മോനെ, ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അയ്യോ, ഇത് ഇവന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അമ്മേ, അമ്മേ, ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇത് ക്ലീൻ ബ്ലാക്ക് മെയിലിംഗ് ആണ്. എവിടെ നിന്റെ അമ്മ? പറ, എവിടെ? അമ്മ പറ, നീ എന്തിനാ കിടന്ന് ഉള്ളത്? പറടാ, എവിടെ നിന്റെ അമ്മ? അമ്മ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 20 ദിവസമായി. നിന്റെ ഇനി ചോദ്യം ചെയ്യലൊക്കെ പിന്നെ. ഇവൻ ഏതായാലും കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. പോയി കുളിക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. വേണ്ടാത്ത പുലിവാലൊന്നും എടുത്ത് തലേ വെക്കല്ലേ. നീ മിണ്ടരുത്. അവൻ പറയുന്നത് ശരിയോ തെറ്റോ. നമ്മുടെ വീട് അന്വേഷിച്ചു വന്ന ഒരാളും സങ്കടത്തോടെ ഇറങ്ങി പോവാൻ പാടില്ല. വാ. എപ്പോ